ഇന്ന് എൻ്റെ അമ്പലത്തിലെ ശ്രീ കൊച്ചുമണ്ടയ്ക്കാട് മഹാഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്ന ദിവസമാണ്. ഇന്നാണ് തൃക്കൊടിയേറ്റും പൊങ്കാലയും ഒക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വിശേഷ ദിവസത്തിൽ ഇവിടെ പൂനെയിൽ നിന്നാണ് ഞാൻ പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും കലണ്ടർ കിട്ടുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് അമ്പലത്തിലെ ഉത്സവം എന്നാണെന്നാണ്. ഒന്നുകിൽ എനിക്ക് ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ കാണാൻ പറ്റുമോ എന്ന് നോക്കും. പൊങ്കാല ഒരിക്കലും ഇടാൻ പറ്റാറില്ല. ആ സമയത്ത് പിള്ളേർക്ക് എക്സാം ആയിരിക്കും. അപ്പോൾ ഞാൻ പൊങ്കാല ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു 13 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ടാണ് ഞാൻ പൊങ്കാല ഇട്ടത്. ഒരു തവണ എനിക്ക് അമ്പലത്തിൽ പൊങ്കാല ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്ത് പഞ്ചാബിൽ നിന്നൊരു ചേച്ചി, ഞാനൊരു വീഡിയോ കണ്ടത് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് രാവിലെ യൂട്യൂബിലൊരു വീഡിയോ കണ്ട് പഞ്ചാബിൽ നിന്നൊരു ചേച്ചി അവിടെ പഞ്ചാബിൽ ആറ്റുകാൽ പൊങ്കാല ഇടുന്ന അവരുടെ വീട്ടിൽ സിറ്റൗട്ടിൽ. അപ്പം ഞാൻ ആലോചിച്ച്, ദൈവമേ, എനിക്ക് എൻ്റെ അമ്മമാരുടെ പൊങ്കാല എനിക്കിവിടെ ഇടാമല്ലോ. അങ്ങനെ ഞാൻ അമ്മമാരെ സങ്കല്പിച്ച് ഞാനിവിടെ പൊങ്കാല ഇടുകയാണ്. നാട്ടിൽ അമ്പലത്തിൽ പൊങ്കാല അടുപ്പുകളിൽ തീ പകരുന്ന സമയത്ത് എനിക്ക് അച്ഛനും ആദ്യമോനും ഒക്കെ ഫോൺ ചെയ്ത് പറയും, ഇവിടെ തീ കൊളുത്തിയിട്ടുണ്ട്, പണ്ടാരടുപ്പിൽ നിന്ന് തീ പകർന്നിട്ടുണ്ട്. അവിടെ അതനുസരിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. വെള്ളം തിളച്ച് അരി ഇടുമ്പോൾ അത് വിളിച്ച് പറയും. അങ്ങനെ ഓരോന്ന് എനിക്ക് വിളിച്ച് പറഞ്ഞു തരും. അതനുസരിച്ച് ഞാനിവിടെ കൃത്യമായി ചെയ്യുമായിരുന്നു. ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ കാണിക്കുന്നത് എൻ്റെ അമ്മയും അനിയത്തിമാരും പൊങ്കാല ഇടുന്നതാണ്. അവരുടെ കൂടെ അവിടെ നിന്ന് ഞാൻ പൊങ്കാല ഇടുന്ന കണക്ക് തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് പൊങ്കാല ഇട്ടപ്പോഴും തോന്നിയത്. എൻ്റെ മനസ്സും ശരീരവും എല്ലാം എൻ്റെ അമ്മമാരുടെ മണ്ണിൽ തന്നെയായിരുന്നു. ഈ പൊങ്കാല ഇങ്ങനെ തിളച്ച് പൊങ്ങിയപ്പോൾ വർഷങ്ങൾ കൊണ്ടുള്ള എൻ്റെ ആഗ്രഹമാണ് എനിക്ക് സഫലമായത്. കാരണം എനിക്ക് എന്നാണ് പൊങ്കാല ഇടാൻ പറ്റുക എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്, എനിക്കിടാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ വർഷം എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒത്തു വന്നതെന്ന് പോലും അറിയത്തില്ല. ഇന്നത്തെ ദിവസം സൺഡേ ആണ്. പിള്ളേർക്ക് 2 പേർക്കും പോകണ്ട, ഏട്ടനും പോകണ്ട, എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ എക്സാം സമയമാണെങ്കിൽ കൂടിയും എനിക്കെല്ലാം കൊണ്ടും എനിക്ക് ഇന്നത്തെ ദിവസം ഒത്തു വന്നു. അങ്ങനെ ഞാനും പൊങ്കാല ഇട്ടു, ഇറക്കി വെച്ചിട്ടുണ്ട്. അവിടെ നാട്ടിൽ നിന്ന് വെള്ളം കുറഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഞാനും ചെയ്തു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇനിയുള്ള വർഷങ്ങളിലും എൻ്റെ മണ്ടയ്ക്കാട്ട് അമ്മമാർ എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതുപോലെ പൊങ്കാല ഇടാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഐശ്വര്യം നേർന്നുകൊണ്ട് നിർത്തുകയാണ്.